نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയരായ വിശ്വാസിനി സഹോദരൻ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുകയും അവനുദ്ദേശിക്കുന്ന അവധി എത്തിയാൽ നമ്മളെല്ലാം അവങ്കിലേക്ക് തന്നെ മടക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും നടത്തുന്നു വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്ന സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്നു, പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവർക്ക് നാം വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്തു, അനന്തരമായി കൊടുത്തു. فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അഥവാ നമ്മളടങ്ങുന്ന മുസ്ലിം ജനത, ഈ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അനന്തരമായി കൊടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ അതിന്റെ അവകാശികളാക്കി ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിലെ ആളുകളെ 3 വിഭാഗക്കാരാക്കി പറയുന്നു. 3 വിഭാഗക്കാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തരംതിരിക്കുകയാണ് പിന്നീട്. അതേതൊക്കെയാണ്? ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദ്, എന്നാൽ അവരുടെ കൂട്ടത്തിൽ മധ്യ നിലപാടുകാരുമുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത് ബിഇസ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരും അവരിലുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ 3 കൂട്ടരിൽ ഏത് വിഭാഗത്തിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സരിക്കുവാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ ഒരേ ഒരു വിഷയം ഇതാണ്. ദീനിന്റെ കാര്യത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തിൽ, ദുനിയാവിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ, സ്വർഗത്തിലെ ദറജകൾ നേടിയെടുക്കാൻ, ആഖിറത്തിലെ അത്യുന്നതങ്ങളായ പദവികൾ നേടിയെടുക്കാൻ നിങ്ങൾ മത്സരിക്കുക, അവർ മത്സരിക്കട്ടെ അതിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഈ 3 കൂട്ടരിൽ ഏത് വിഭാഗക്കാരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക? ഒന്നാമതായി ളാലിമുൻ ലിനഫ്സിഹി. ആരാണ് ഈ ളാലിമുൻ ലിനഫ്സിഹി? സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചത്, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
അപ്പൊ നമ്മൾ വിലയിരുത്തുക, യഥാർത്ഥത്തിൽ തിന്മ ചെയ്യുന്നവർ അള്ളാഹുവിന് ഒരു ഉപദ്രവം വരുത്തുന്നില്ല. അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗം എന്താണ്? ളാലിമൻ ലിനഫ്സിഹി, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവർ എന്നാണ്. നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നമ്മൾ അതിക്രമം കാണിക്കുന്നത് നമ്മളോട് തന്നെയാണ്. അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ട ആളുകളും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് അവരവർ തന്നെയാണ് എന്നുള്ള ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കിലൂടെ നമ്മൾ അറിയുന്നത്. ളാലിമൻ ലിനഫ്സിഹി, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവർ. ബിഫിഅലിൽ മുഹറമാത് വതർക്കിൽ വാജിബാത്. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ബിഫിഅലിൽ മുഹറമാത്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, വതർക്കിൽ വാജിബാത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നുകൊണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും ഈ വിഭാഗത്തിൽ നമ്മളായി മാറരുത്. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കാൻ നമുക്ക് യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തു സുമറിലെ വചനത്തിലൂടെ നമ്മളെ അള്ളാഹു അറിയിക്കുന്നതാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് തന്നെ അതിര് കവിഞ്ഞ ആളുകളെ, എന്റെ അടിയാന്മാരെ അള്ളാഹു വിളിക്കുകയാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു നിലക്കും പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വല്ലാതെ വിഷമിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മേൽ നിങ്ങൾ വല്ലാതെ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു പാപങ്ങൾ പുറത്തു തരും തീർച്ചയായിട്ടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിൽ പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട്, അള്ളാഹുവിൽ ഭയമില്ലാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഭൂഷണമല്ല, ഒരിക്കലും അത് അഭികാമ്യവുമല്ല. തീർച്ചയായിട്ടും അള്ളാഹുവിന് കാരുണ്യമുണ്ട്. പക്ഷേ അതിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അതിൽ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരല്ല വിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം എടുത്തു പറഞ്ഞ ആളുകൾ അക്കൂട്ടരാണ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ഒന്നും ചെയ്യാതെ ഒക്കെ ഒഴിവാക്കി അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ചെയ്യുന്ന ആളുകൾ, അക്കൂട്ടരിൽ നമ്മൾ ആയി മാറാൻ പാടില്ല. ഒന്നാമത്തെ വിഭാഗം അതാണ്, രണ്ടാമത്തെ വിഭാഗമോ ഇതിലാണ് അധികം ആളുകളുമുള്ളത്. ഇടനിലക്കാരാണ്, മധ്യനിലപാടുകാരാണ്. അവരെങ്ങനെയുള്ളവരാണ്? ഉലമാക്കൾ അതിനെ വിശദീകരിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ മുഖ്തസിർ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെന്ത് ചെയ്യും? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അഞ്ചേരം നിസ്കരിക്കും, സകാത്ത് കൊടുക്കും, റമദാനിൽ നോമ്പെടുക്കും, അതുപോലെ സാധ്യമാകുന്ന രൂപത്തിൽ ഹജ്ജ് സാധ്യമെങ്കിൽ ചെയ്യും. അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ ചില ഒരു പോരായ്മ അവർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചില മുസ്തഹബാത്തുകൾ അവർ ഒഴിവാക്കും. അതായത് 5 നേരം നമസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ കൃത്യമായി സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാകില്ല. അല്ലെങ്കിൽ ആ റമദാനിൽ കൃത്യമായി 30 നോമ്പ് എടുക്കും, സുന്നത്തായ നോമ്പുകളിൽ നിന്ന് ഓരോ ഓഹരിയും അവർക്കുണ്ടാകില്ല. സക്കാത്ത് കൃത്യമായി കൊടുത്തിരിക്കും, പക്ഷേ സ്വതക്കയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഒരു പങ്കും അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള പങ്ക് മാത്രം ഉള്ള ആളുകൾ. അത് ചില മുസ്തഹബാത്തുകൾ, സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകും. സഹോദരങ്ങൾ, ഒരിക്കലും നമ്മൾ അത് മനഃപൂർവ്വം ഒഴിവാക്കണം. സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ പണ്ട് മുതലേ പഠിച്ചതിന്റെ ഒരു കുഴപ്പമാണോ എന്ന് അറിയില്ല, അത് വേണ്ട, ആ സുന്നത്ത് ആവശ്യമില്ല എന്നൊരു നിലപാടാണ് പലർക്കും. എന്തിനാണ് സുന്നത്ത്? വേണമെങ്കിൽ ചെയ്താൽ പോരെ എന്ന ഒരു നിലപാടാണ് പല ആളുകൾക്കും ഉള്ളത്. പക്ഷെ അത് മാറണം. നമുക്ക് സ്വഹാബാക്കളുടെ നിലപാടാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ ആ കാലടിപ്പാടുകളെ പിൻപറ്റി അതേ കാലടികളിൽ കാല് വെച്ചുകൊണ്ട് നടന്ന സ്വഹാബാക്കളാണ് ഉള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ സലാം പറയാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്നിറങ്ങി അങ്ങാടിയിലേക്ക് പോയി, പോകുന്ന വഴിക്ക് ഒരു വഴി പോയി, തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴി വന്ന് ഒന്നും വാങ്ങാനില്ലാതിരുന്നിട്ട് കൂടിയും ആളുകളെ കണ്ടുമുട്ടാൻ വേണ്ടി പരിചിതരും അപരിചിതരുമായ ആളുകൾക്ക് സലാം പറഞ്ഞ് സലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി അങ്ങാടിയിലേക്ക് പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടവരാണ്. കാരണം അത് നമ്മളുടെ രക്ഷയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അസ്സുന്നത്തു സഫീനത്തു നൂഹ്, ആരെങ്കിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടുകയുണ്ടായിരുന്നില്ല എന്നതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ് സുന്നത്ത് എന്നാണ്. ആ സുന്നത്താകുന്ന കപ്പലിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർ വിജയിച്ചു. അതിനെ പിന്തിരിഞ്ഞാരെങ്കിലും നടന്നാൽ, അല്ല എനിക്ക് വേറെ വഴികളുണ്ട് രക്ഷപ്പെടാൻ എന്ന ധാർഷ്ട്യത്തോടുകൂടി ആരെങ്കിലും തിരിഞ്ഞു നടന്നാൽ അവൻ നശിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക. നമസ്കാരത്തിനോടൊപ്പമുള്ള സുന്നത്തുകളാകട്ടെ, നോമ്പിനോടൊപ്പമുള്ള സുന്നത്ത് നോമ്പുകളാകട്ടെ, സ്വതക്കകളാകട്ടെ, എല്ലാം കഴിയുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ മുഖത്തസിൽ മദ്യ നിലപാടുക എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അവർ ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷേ ചില സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ അവർ ഒഴിവാക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ പറ്റി പറഞ്ഞില്ലേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതല്ലെങ്കിൽ മറ്റൊരു സ്വഹാബിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല ഒരു മനുഷ്യനാണ് അദ്ദേഹം, പക്ഷേ തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നുവെങ്കിൽ. അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് അത് നമ്മളിൽ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുവാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ മനുഷ്യൻ മുഖ്തസിദായിട്ടുള്ള മധ്യമ നിലപാടുള്ള അയാൾ എന്ത് ചെയ്യുന്നു? ചില മക്രൂഹാത്തുകൾ ചെയ്യുന്നു, ചില മുസ്തഹബാത്തുകൾ ഒഴിവാക്കുന്നു, സുന്നത്തുകൾ ഒഴിവാക്കുന്നു, അതോടൊപ്പം ചില മക്രൂഹാത്തുകൾ ചെയ്യുകയും ചെയ്യുന്നു. മക്രൂഹാത്ത് എന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം, ചെയ്താൽ കുറ്റമില്ലാത്തത്, എന്നാൽ ഒഴിവാക്കിയാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ നിന്ന് കുടിക്കുക, ഭക്ഷിക്കുക എന്നൊക്കെയുള്ളത് മക്രൂഹാത്താണ്, അനഭിലഷണീയം എന്ന് മലയാളത്തിൽ പറയും. ഒഴിവാക്കൽ ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ അത് ചെയ്തത് കൊണ്ട് ശിക്ഷ ലഭിക്കുകയില്ല, എന്നാൽ ഒഴിവാക്കിയാൽ പ്രതിഫലവുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മക്രൂഹാത്തുകൾ അത് ഒഴിവാക്കേണ്ടവരാണ്, സുന്നത്തുകളെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ആ തൃപ്തിയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുക. നമ്മൾ ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് ആനന്ദകരമായി മാറുന്നത്? നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ്. സഹോദരങ്ങളെ, അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. اللهم إني أسألك حبك وحب من يحبك وحب العمل يقربني إلى حبك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. اللهم إني أسألك حبك. അല്ലാഹുവേ, നിന്റെ സ്നേഹം ഞാൻ ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഒരു ബാപ്പയോട് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു മകൻ, എന്നാൽ ബാപ്പ വളരെ കർശനമായി ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അടിച്ചും ശകാരിച്ചും മാത്രം വളർത്തുന്ന, അതിന്റെ പേരിൽ മാത്രം അനുസരിക്കുന്ന ഒരു മകൻ. ഈ രണ്ട് മക്കളിൽ ആരായിരിക്കും വളരെ ഇഷ്ടത്തോടു കൂടി ആ ബാപ്പയെ അനുസരിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, വിലക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദകരമായി മാറണമെങ്കിൽ അവനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളുടെ ഇബാദത്തുകൾ. അള്ളാഹുവിനോടുള്ള സ്നേഹം, എന്റെ റബ്ബിന് എന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്നോടുള്ളതിനേക്കാൾ 70 ഇരട്ടി സ്നേഹം എന്റെ റബ്ബിന് എന്നോടുണ്ട് എന്നുള്ള തിരിച്ചറിവാകണം സഹോദരങ്ങളെ. അള്ളാഹുവിനെ മാത്രമായിരിക്കണം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനോടും കടപ്പാടില്ലാതെ അള്ളാഹുവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും മറ്റെന്തും എന്നുള്ള ഒരു നിലപാട് നമുക്ക് എപ്പോൾ ഉണ്ടാകുന്നുവോ, ആത്മാർത്ഥമായി എപ്പോൾ ഉണ്ടാകുന്നുവോ, അപ്പോഴാണ് നമ്മളുടെ ഇബാദത്തുകളെല്ലാം വളരെ മനോഹരമായി തീരുന്നത്. അതെല്ലാം വളരെ ആനന്ദകരമായി, ആസ്വാദകരമായി നമുക്ക് മാറിത്തീരുന്നത് എന്ന് നമ്മൾ അതോടനുബന്ധിച്ച് സാന്ദർഭികമായി മനസ്സിലാക്കുക കൂടി വേണം. അപ്പോഴാണ് ഇതെല്ലാം നമ്മൾ തേടിപ്പോകും. ഇതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരേണ്ടി വരില്ല. ഇതൊക്കെ നമ്മളുടെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു തരും. നമ്മൾ അതിന്റെ പിന്നാലെ പോയിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആരെങ്കിലും നമ്മുടെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്താൽ, ഒന്ന് പരിശ്രമിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിക്കാൻ ആരെങ്കിലും ഒന്ന് പരിശ്രമിച്ചാൽ അല്ലാഹു കാണിച്ചു തരും വഴികൾ. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നയിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ മുഖ്തസിദ് ആരാണ്? അവർ ഹറാം ഒഴിവാക്കുന്നവരും അതേസമയം അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരും, എന്നാൽ അതോടൊപ്പം ചില സുന്നത്തുകൾ അവർ അവഗണിക്കുന്നവരും ചില മക്റൂഹാത്തുകൾ ചെയ്യുന്നവരുമാണ് എന്നാണ് ഉലമാക്കൾ അതിനെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് അതിന്റെ വിശദീകരണം. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം, എന്നാൽ ഇത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അവിടെ അള്ളാഹു പ്രയോഗിച്ച ഒരു പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം. സാബിഖുൽ ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ നിർത്തിയില്ല. സാബിഖുൽ ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ നന്മകളിലേക്ക് മുന്നിട്ട് വരുന്നവരെന്നാണ് അർത്ഥം. എന്നാൽ അതോടൊപ്പം അള്ളാഹു ഒരു കാര്യം കൂടി പ്രയോഗിച്ചു, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അതാണ് ഹഖ്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ നമുക്കൊന്നും സാധ്യമല്ല. അള്ളാഹുവിന്റെ ഇബാദത്ത് അർപ്പിക്കണമെങ്കിൽ പോലും അവന്റെ അനുമതി കൂടിയേ തീരും. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നമുക്ക് അവനിലേക്ക് അടുക്കാൻ പോലും സാധിക്കില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എപ്പോഴും ആവശ്യക്കാരാണ്. അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവേ, നിന്റെ മാർഗത്തിലുള്ള ആ ഒരു ജിഹാദ്, നിന്റെ മാർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കണമേ. നിന്റെ മാർഗത്തിലുള്ള ദാഇയായി അല്ലെങ്കിൽ അതിന്റെ പ്രചാരകരായി, പ്രബോധകരായി, നിന്റെ ദീൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകളായി മാറുവാനെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നമ്മൾ നമ്മളുടെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ പ്രത്യേകത എന്താണ്? അവർ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മുഖ്തസിദ് പറഞ്ഞതുപോലെ തന്നെ എന്തു ചെയ്യും? ഈ സാബിഖുൽ ബിൽ ഖൈറാത്ത്, എല്ലാ നന്മകളിലും മുന്നേറുന്ന ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ വളരെ മനോഹരമായി അവർ ചെയ്യും. അതോടൊപ്പം അവർ എന്തു ചെയ്യും? കഴിയുന്ന രീതിയിലുള്ള സുന്നത്തുകളെല്ലാം അവർ എടുക്കും. എല്ലാ മക്റൂഹാത്തുകളും അവർ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രീതി ലഭിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ അവരായി മാറുകയും ചെയ്യും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായി പറയുന്ന ആ വിഭാഗത്തിന്റെ വിശദീകരണം. സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കുക ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി മാത്രം നമ്മൾ തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർണ്ണിക്കുന്ന മൂന്ന് വിഭാഗത്തിൽ ഏതിനായി തീരണം? ഉറപ്പായിട്ടും ഒന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ ആകരുത്. എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചു പോകുന്ന ആളുകൾ, അള്ളാഹു ഒരു പക്ഷേ നരകത്തിലിട്ട് ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് വന്നാൽ അത് വല്ലാത്ത നഷ്ടമായി തീരും. ഒരു സെക്കൻഡ് പോകട്ടെ, അതിനേക്കാൾ ചെറിയ ഒരു സമയമുണ്ടെങ്കിൽ അതുപോലും നരകത്തിൽ കിടക്കുക എന്നത് ഒരിക്കലും നമുക്ക് ഊഹിക്കാനോ സങ്കല്പിക്കാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആദ്യത്തെ തവണ തന്നെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. അതും ജന്നത്തുൽ ഫിർദൗസ് തന്നെ വേണം. അത് തന്നെ ആഗ്രഹിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ തേടിക്കൊള്ളുക അല്ലാഹുവിനോട്. അതിനേക്കാൾ വലിയ ഒരു സ്വർഗത്തിന്റെ ദറജയില്ല, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് മാത്രമല്ലാതെ. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കുക. നമ്മളുടെ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളൊക്കെ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കുവാനുള്ള മത്സരം, ആ ഒരു മത്സരത്തിലായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. അത് തന്നെയാണ് മഹത്തായ അനുഗ്രഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ആ രീതിയിൽ അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഹൃദയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ വചനങ്ങളെല്ലാം നമ്മളുടെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്ന രീതിയിൽ, അതിനെ വല്ലാതെ സ്പർശിക്കുന്ന രീതിയിൽ ആയി തീരുവാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بهداهم اقتفى. ഏറ്റവും പ്രിയതരഞ്ഞ സത്യവിശ്വാസം സഹോദരൻ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ റജബ് മാസത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കുവാനായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 ആ 12 മാസത്തിൽ 4 മാസങ്ങൾ അവൻ പവിത്രമാക്കിയിരിക്കുന്നു. അഷ്ഹുറുൽ ഹുറും എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ 4 മാസങ്ങൾ പവിത്രമാക്കിയതിന് പിന്നിൽ അല്ലാഹുവിന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. യുദ്ധം ആ 4 മാസങ്ങൾ പവിത്രമായതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ യുദ്ധം നിരോധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ 4 മാസങ്ങളിൽ ഉള്ള പ്രത്യേകത എന്തെന്നാൽ ഈ 4 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റേത് മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കപ്പെടുകയും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം ഉണ്ടാവുകയും അതിനേക്കാൾ ഇരട്ടിയായി ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആ റജബ് മാസത്തിലേക്കാണ് ഏകദേശം ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ റജബ് മാസത്തിലേക്ക് കടക്കുകയായി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇതുപോലുള്ള സമയങ്ങളിൽ അള്ളാഹു ആദരവ് കൊടുത്ത സമയങ്ങൾ, സ്ഥലങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ ഇതെല്ലാം നമ്മളും ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് സമമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ, ശിആറുകളെ ആദരിക്കുകയുണ്ടായാൽ അത് അയാളുടെ ഹൃദയത്തിൽ തഖ്വയുള്ളതിന്റെ പ്രതീകമാണ്. നമ്മളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുവാൻ ഇത്തരം സന്ദർഭങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കുക. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ ആ മാസത്തിൽ കൂടുതലായി ഇബാദത്തുകളെ കൊണ്ട്, ആ മാസത്തിൽ കൂടുതലായി അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ തൃപ്തികരമായ അമലുകളിൽ മുഴുകിക്കൊണ്ട് ആകണം നമ്മൾ ആ മാസത്തെ ആദരിക്കേണ്ടത്. ഉലമാക്കൾ അതിനെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. ഈ അഷ്ഹുറുൽ ഹുറൂമിൽ കൂടുതലായി നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം, സുന്നത്തായിട്ടുള്ള നോമ്പുകൾ അനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സ്വതക്കകൾ അധികരിപ്പിക്കാം. നമ്മളുടെ ഇബാദത്തുകൾ, പല രീതിയിലുള്ള ഇബാദത്തുകൾ, പരിശുദ്ധ ഖുർആൻ പാരായണമാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, അതുപോലെ തന്നെ ദിക്റുകളാകട്ടെ, മറ്റെന്തുമാകട്ടെ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കൂടുതലായി ഈ മാസങ്ങളിൽ നമ്മൾ നന്മകളിൽ മുന്നേറുക. മറ്റു മാസങ്ങളിൽ കാണുന്ന ആ ഒരു ഗൗരവത്തേക്കാൾ കൂടുതലായി തിന്മകൾക്ക് ഗൗരവം ഈ മാസത്തിൽ നമ്മൾ കാണുകയും ചെയ്യുക. അതോടൊപ്പം ഈ മാസങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ബിദ്അത്തുകൾ നമ്മൾ തിരിച്ചറിയാതെ പോവുകയും വരുന്നു. ഒരുപാട് ബിദ്അത്തുകൾ ഈ റജബ് മാസത്തിന്റെ പേരിൽ പ്രചരിക്കാറുണ്ട്. ഈ റജബ് മാസം ആസന്നമായി എന്ന് ആരെങ്കിലും അറിയിച്ചാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൽ ഇസ്റാ മിഅ്റാജ് യാത്രയുണ്ടായ സന്ദർഭം നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് നോമ്പ് എടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റജബ് മാസത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള നമസ്കാരം, സ്വലാത്തുർ റവാഇബ് എന്നെല്ലാം അറിയപ്പെടുന്ന നമസ്കാരങ്ങൾ, പ്രത്യേക ദിവസം നോമ്പെടുക്കൽ, അങ്ങനെയൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിനൊന്നും തന്നെ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് നമ്മളുടെ അമലുകൾ ചിട്ടപ്പെടുത്താതെ കൃത്യമായ പ്രമാണങ്ങളിൽ നിന്നും ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, തിരുസുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്. ഇത് രണ്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അധ്യാപനങ്ങളിൽ നിന്ന് മാത്രമാകണം ഒരു മുസ്ലിം, ഒരു വിശ്വാസി ഇസ്ലാമിനെ പഠിക്കേണ്ടത്, തൗഹീദ് മനസ്സിലാക്കേണ്ടത്, ദീൻ പഠിക്കേണ്ടത്, ദീൻ അറിയേണ്ടത്. അതിനനുസരിച്ച് തന്നെയാകണം നമ്മളുടെ ഓരോ അമലുകളും. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ യോഗ്യതയായി പറഞ്ഞ 2 കാര്യങ്ങളാണ്, അല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്. ഇത് രണ്ടും ആവശ്യമാണ്. ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല, അതിനനുസൃതമായ അമലുകൾ കൂടി വേണം. എന്നാൽ അമലുകൾ കുറെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കൃത്യമായ ഈമാൻ, ശരിയായ കറകളഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ നിന്നുമാകണം. അതുകൊണ്ട് തന്നെ ഈമാനും അമലു സ്വാലിഹാത്തും രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകുന്ന രീതിയിൽ, ആ രീതിയിൽ തന്നെ കൃത്യമായ പ്രമാണങ്ങളിൽ നിന്ന് മാത്രം ഇസ്ലാമിനെ പഠിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രചരിപ്പിക്കുവാനും അതിന്റെ വാഹകരാകുവാനും അതിന്റെ വക്താക്കളാകുവാനും അത് നമ്മളുടെ കുടുംബത്തിലും കൂട്ടുകാർക്കും
കൂട്ടുകാർക്കിടയിലും നമ്മളുടെ എല്ലാ വേണ്ടപ്പെട്ടവർക്കിടയിലും അതിന്റെ ആളായി മാറുവാനും എല്ലാം നമ്മൾ ശ്രമിക്കേണ്ടവരാണ്. കാരണം ഏതു സമയവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകട്ടെ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ടുള്ളവരല്ല. ദുനിയാവിലൊന്നും ശാശ്വതമല്ല. ദുനിയാവിൽ നിന്ന് എന്തു തന്നെ ഉയർന്നു വന്നാലും അതിനെല്ലാം താഴ്ത്തൽ അള്ളാഹുവിന്റെ ഹക്കാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുക, രാജാക്കന്മാർ, ഈ ദുനിയാവിനെ തന്നെ ലോകം തന്നെ പ്രശസ്തി ആർജിച്ച രാജാക്കന്മാർ ഒരുപാട് കടന്നുപോയി. അതുപോലെ തന്നെ വലിയ വലിയ സ്വേച്ഛാധിപതികൾ കടന്നുപോയി. അവരുടെ എല്ലാം പേര് പോലും ഇന്ന് പലരും ഓർക്കുന്നില്ല. അവരെല്ലാം ഇന്ന് ഏതവസ്ഥയിലാണ് ഉള്ളത് അല്ലാഹു അഅലം. അവരെല്ലാം കടന്നുപോയി. പക്ഷേ അള്ളാഹുവിന്റെ പ്രതാപത്തിന് മാത്രം ഒരു കോട്ടവുമില്ല. ആരെങ്ങനെ എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹുവിന്റെ മുൻകിൽ നിന്നും അത് യാതൊന്നും കുറയ്ക്കുകയുമില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നാലും അള്ളാഹുവിനൊന്നും തന്നെ സംഭവിക്കാനില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും ഏറ്റവും നല്ല ആളുകളായി മാറിയാലും അള്ളാഹുവിനൊരു നേട്ടവുമില്ല. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ കർമ്മങ്ങൾ. ഇൻഷാ അല്ലാഹ് ഖബറിൽ നമുക്ക് കൂട്ടായി വരുമ്പോൾ അന്നത് മാത്രമേ കൂട്ടായി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഓരോ നിമിഷവും അള്ളാഹുവിനെ തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രയത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മളുടെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അല്ലാഹു ഏതു നിലക്കുമുള്ള പ്രയാസങ്ങളുമാകട്ടെ, ശാരീരികമോ സാമ്പത്തികമോ ആരോഗ്യപരമോ അല്ലെങ്കിൽ മാനസികമോ ഏതു നിലക്കുമുള്ളതാകട്ടെ, അവരുടെ യഥയറിയുന്ന അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.